വിശ്വസിക്കണോ വേണ്ടയോ എന്നുള്ള ഈ വാർത്ത കേട്ടിട്ട് നിങ്ങൾ പറയണം. ഖത്തറിലെ ഒരു രഹസ്യാന്വേഷണ വിഭാഗം പുറത്തുവിട്ടിട്ടുള്ള ഒരു സാറ്റലൈറ്റ് സംവിധാനത്തിൽപ്പെട്ട ഒരു ചിത്രം പുറത്തു വന്നിട്ടുണ്ട്. അവിടെ ഏറ്റവും കൂടുതലായിട്ട് പറയുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത് അവിടെ ഈ അമേരിക്കയുള്ള ടീമുകളൊക്കെ പോയി എന്ന് പറയുന്നത് വെറുതെയാണ്. മാത്രമല്ല ആ പോയ ആളുകളൊക്കെ തിരിച്ചെത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സാറ്റലൈറ്റ് സംവിധാനങ്ങളോടുകൂടി കൃത്യമായ ആ വാക്കുകളും അല്ലെങ്കിൽ അവരുടെ തെളിവുകളും പുറത്തു വന്നു. ഖത്തറാണെങ്കിൽ കഴിഞ്ഞ ദിവസമാണ് അമേരിക്കയോട് നമുക്ക് അത്ര കണ്ടിട്ട് ദേഷ്യമില്ല, പക്ഷേങ്കിൽ ഇറാൻ്റെ എല്ലാവിധ സുരക്ഷിതത്വവും അയൽവാസി എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ അൽ ഉദൈദ് ബേസ്മെൻറ്റ് അഥവാ പട്ടാള ക്യാമ്പ് നിങ്ങൾ അതിനുവേണ്ടി ഉപയോഗിക്കരുത് എന്നും പറഞ്ഞിട്ടാണ്. പക്ഷേ ഈ സാറ്റലൈറ്റ് സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് കണ്ടെത്തിയിട്ടുള്ള ഈ ചിത്രം വളരെ ഇങ്ങനെ കാണുമ്പോൾ എങ്ങനെ മനസ്സിലാകുന്നുണ്ടെന്നുള്ള അറിയില്ല, എങ്കിലും ഇതൊരു സത്യമാണെന്നുള്ള മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത് ചെയ്യുന്നത്. കൃത്യമായി ഖത്തറിനെ നല്ല ചൂടും ചൂടിപ്പോയി പുതപ്പിക്കുന്ന രൂപത്തിൽ തീ അഗ്നിക്ക് ഇരയാകേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നൊരു സംശയം. കാരണം ഇവർ ചെയ്ത പണി രണ്ട് വാക്കുകളൊന്നും ചേലൊന്നുമാണ്. കാരണം നേരത്തെ പറഞ്ഞാൽ ഉദയത്തിൽ നിന്ന് എല്ലാം പോയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഒന്ന് മനസ്സിലാക്കുക, പ്രവാസികളായിട്ടുള്ള ആളുകൾ ഖത്തറിലുണ്ടാകും. പക്ഷേ ന്യൂസ് വരുന്നത് ഇൻ്റർനാഷണൽ ലെവലിലുള്ള ന്യൂസാണ്. ഇറാൻ മിലിറ്ററിയാണ് കൊടുത്തിട്ടുള്ളത്, യാതൊരു സംശയമില്ല. അവരങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇവരെല്ലാം നോട്ടമിട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. കഴിഞ്ഞ 2025 ജൂൺ മാസം 25 ഇടയിൽ മിസൈൽ ആക്രമണം നടന്നപ്പോൾ മലയാളികളായിട്ടുള്ള ആളുകളൊക്കെ ലൈവായിട്ട് കണ്ടിട്ട് അട്ടഹസിക്കുന്ന രംഗങ്ങൾ നമ്മളെ കാതുകളിൽ ഇന്നും അലയടിക്കുന്നുണ്ട്. ഈ ഖത്തർ ഈ മാതിരി പരിപാടി ചെയ്യുമ്പം ആരാ ഖത്തറിനോട് സൈഡ് നിൽക്കുക? എന്നാൽ ഖത്തറിനോട് 1 അല്ല 2 അല്ല 3 തവണയും ജോർദാനോട് 1 തവണയും മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഞങ്ങളെ കൂടെ നിൽക്കുന്നില്ലെങ്കിൽ, അമേരിക്കയോട് കൂടെയാണ് നിൽക്കുന്നെങ്കിൽ നിങ്ങൾ പാഠം പഠിക്കുക തന്നെ ചെയ്യും. ഞങ്ങൾക്കിനി ആരോടും അത്ര കണ്ടിട്ട് കമ്മിറ്റ്മെൻ്റ് ഒന്നും ഉണ്ടാവില്ല എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ഖത്തറിൽ ഒരുപാട് വലിയ ആയുധങ്ങളും അതുപോലെ തന്നെ ഖത്തറിൽ അൽ ഉദൈദ് സൈനിക താവളത്തിൽ മിസൈലുകളും വിന്യസിപ്പിച്ചു എന്ന വാർത്തയാണ് പുറത്തുവിട്ടത്. ആ വാർത്തയ്ക്ക് നിങ്ങൾക്ക് ഒറ്റൊന്നേ ഉള്ളൂ, ഈ മിലിറ്ററിയുടെ പേജ് പോയി നോക്കിയാൽ ആ വാർത്ത അവിടെ കാണാൻ പറ്റും. ഇതിൽ അറ്റാച്ച് ചെയ്യുന്നില്ല. അറ്റാച്ച് ചെയ്ത് ഒന്നുകൂടിയും ഈ വീഡിയോ ഒന്ന് റീക്രിയേറ്റ് ചെയ്യണമെങ്കിൽ കുറേ ടൈം എടുക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. പിന്നെ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനേ കഴിയുള്ളൂ എന്ന വാർത്ത കൂടി അതിൻ്റെ ചോട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആര്? IRGCയുടെ വക തന്നെയായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനേ കഴിയുള്ളൂ. ഇതിൻ്റെ മലയാളം ഞാൻ വായിക്കുന്നത്, ഇംഗ്ലീഷിലാണ് അവിടെ ഉള്ളത്. പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനേ കഴിയുള്ളൂ. കാര്യങ്ങളൊക്കെ തൊട്ടടുത്തെത്തി നിൽക്കുന്നു, അനുഭവിച്ച് മനസ്സിലാക്കാം എന്നും പറഞ്ഞിട്ട് ആ ലേഖനം അല്ലെങ്കിൽ ആ വാർത്ത അവിടെ അവസാനിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇറാൻ തുടക്ക സമയത്ത് തന്നെ ഒരു പക്ഷേ ഖത്തറിനെ ചാമ്പലാക്കും, യാതൊരു സംശയമില്ല. അത്രമേൽ ദേഷ്യം ഇപ്പോൾ ഇവരോടുണ്ട് എന്നുള്ളതാണ്. പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ലേ? എന്നാൽ സൈനിക നടപടിയോടുകൂടെ നിങ്ങൾക്കത് മനസ്സിലാവും. പിന്നെ നിങ്ങൾ കാണുന്ന കാഴ്ചയിൽ വിന്യസിപ്പിച്ചിരിക്കുന്ന താട് സംവിധാനങ്ങളും അയൺ സിസ്റ്റവും എയ്റോ 3 ഒക്കെ എവിടം വരെ എത്തിയിട്ടുണ്ടായിരുന്നു എന്ന് നമ്മൾ ഇസ്രായേലിനെ കണ്ട് പഠിച്ചതാണ്. അതേ പിൻബലത്തിലാണ് ഇപ്പോൾ ഖത്തർ ഈ അമേരിക്കയുടെ കൂടെ നിൽക്കുന്നത്. താണ്ഡവമാടുമ്പോൾ താടും ഒന്നുമല്ലാതായി പോകാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. മൊത്തത്തിൽ ഖത്തറിന് നല്ല രീതിക്ക് അടി കിട്ടാനുള്ള വലിയൊരു സാധ്യത തെളിഞ്ഞു വരുന്നുണ്ട്. ഖത്തറിനെ കുറ്റപ്പെടുത്താൻ ആരും കരുതണ്ട. ഓല കളികളും ഓല രീതികളും ഓല പെരുമാറ്റങ്ങളൊക്കെ കണ്ടാൽ കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനീ പറഞ്ഞതിൽ വെച്ച് നിങ്ങൾക്കൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക എന്തൊക്കെ സംവിധാനങ്ങളാണ് അൽ ഉദൈദിൽ വന്നിട്ടുള്ളത്. ഒരുപാട് അത്യാധുനിക വിമാനങ്ങൾ വന്നിട്ടുണ്ട്, മിസൈലുകൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ വലിയ രൂപത്തിൽ അതിന് യുദ്ധത്തിൻ്റെ സന്നാഹങ്ങളൊക്കെ ഒരുക്കിക്കഴിഞ്ഞിട്ടുണ്ട് എന്നൊക്കെയാണ് പല ന്യൂസുകളിലും ഉണ്ട് കേട്ടോ. ഇതേ ഒരൊറ്റ ന്യൂസിൽ മാത്രമല്ല, പല ന്യൂസുകളിലും ഇതേ വിഷയം പറയുന്നുണ്ട്. മറ്റൊരു ന്യൂസ് പറയുന്നത് ഖത്തറിൽ ബാലിസ്റ്റിക് മിസൈൽ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളൊക്കെ ഖത്തർ അൽ ഉദൈദിൽ സംവിധാനിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഇത് മൊത്തത്തിൽ എല്ലാ ന്യൂസുകളും പറഞ്ഞതുകൊണ്ട് കൃത്യമായിട്ട് ഖത്തറിന് നല്ല രീതിക്കൊരു സൽക്കാരം നടത്താൻ ഇറാന് സാധിക്കുമെന്ന് മനസ്സിലാക്കാം. എന്താണെങ്കിലും നമുക്കൊന്നേ പറയാനുള്ളൂ, സമാധാനം അതാണ് എല്ലാ കാലത്തും ആവശ്യമായി വരുന്നത്. കാത്തിരുന്ന് കാണാം എന്തൊക്കെയാണ് മണിക്കൂറുകളിൽ നടക്കുന്നത് എന്നുള്ള. വിഷ് ഓൾ ദ ബെസ്റ്റ്. ഗുഡ് ബൈ.